നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഗ്രാൻഡ് ജീവനക്കാരുടെ പെൻഷൻ നിഷേധിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിവിധ വകുപ്പുകൾ സംബന്ധിക്കുന്ന 200ഓളം ബ്രാൻഡ് സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുന്നവരുടെ പെൻഷൻ നിഷേധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൂടാതെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഘടന ഈ മാസം 27 കളക്ടറേറ്റിലേക്ക് മുന്നിൽ മാർച്ച് നടത്തും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കൺവെൻഷനുകളും പൂർത്തിയാക്കാൻ നിയോജക മണ്ഡലം കൺവെൻഷൻ 23 പൂർത്തിയാക്കാൻ തിങ്കളാഴ്ച അറിയിച്ചു. പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തണം. മറ്റൊരു അറിയിപ്പ്. അവസാനം നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് തുകയുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് 1600 രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടുകൂടി അതായത് 20-നും 30-നും ഇടയിലാണ് പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പ്. ഇപ്രകാരം മാസം വീണ്ടും സഹായം എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം 3200 രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത്. 2024 മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. നവംബർ നൽകിയത് കുടിശ്ശികയായിരുന്നു. അതുകൊണ്ട് തന്നെ തനത് മാസത്തിലെ തുകയാണ് ഇനി ലഭിക്കാനുള്ളത്. 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 24 ലക്ഷം പേർക്കാണ് അക്കൗണ്ടുകൾ വഴി, മറ്റുള്ളവർക്ക് കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കി എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ എത്തുന്നതാണ്. കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.